നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രൂപ കിരണിനോട് പറഞ്ഞു, മോനെ, നീ ഒരു കാരണവശാലും കുഞ്ഞിനെ എടുത്തോണ്ട് പോയി മനോഹരനെ കാണിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ സരയു ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം പ്രശ്നമാവും അറിയാവോ. ഇപ്പം അവളൊന്ന് പതുക്കെ എല്ലാരും സ്നേഹിച്ചു വരുക. ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. വീണ്ടും അവള് തെറ്റിപ്പിരിഞ്ഞു പോകത്തുള്ളൂ. കണിമണിമോളും ഇവിടെ ഉള്ളതാ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. ഞാനും ചന്ദ്രേട്ടനും അവളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സരയു മിക്കവാറും കുഞ്ഞിനെ എടുത്തോണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. പിന്നെ ഞങ്ങൾക്ക് മോളെ കാണാൻ പോലും പറ്റില്ല. ഇപ്പം ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾക്ക് അവളെ അത്രയധികം ഇഷ്ടമാണ്. അവളില്ലാതെ ഞങ്ങളുടെ ജീവിതം ഇപ്പം മുന്നോട്ട് പോലും പോകുന്നില്ല എന്നൊരവസ്ഥയായെത്തി കാര്യങ്ങളൊക്കെ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ. അത് മോനെ, അത് മാത്രല്ല, നീ ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു കാരണവശാലും ആ കുഞ്ഞ് അതിന്റെ അമ്മയെ പോലെ ആവരുത്. നല്ലൊരു കുഞ്ഞായിട്ട് അവളെ വളർത്തിക്കൊണ്ട് വരണ്ടേ. അവൾ ഇവിടെ തന്നെ വേണം. അതുകൊണ്ടാ പറഞ്ഞേ, ഇനി കുഞ്ഞിനെ എടുത്തോണ്ട് പോയി മനോഹരനെ കാണാനായിട്ട് ശ്രമിക്കരുതെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് കിരണിന് ഒരു ഉപദേശം തന്നെ കൊടുക്കുന്നുണ്ട് രൂപ. പിന്നീട് കിരൺ നേരെ മനോഹരനെ കാണാനായിട്ട് ചെല്ലുവാണ്. മനോഹരനോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റിയില്ലടാ. ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സരയു അങ്ങോട്ടേക്ക് വന്നു. അവൾക്ക് സാലറി കിട്ടിയ ദിവസമായിരുന്നു. അവൾക്ക് കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ അവളെ കൊണ്ട് വരുന്നേ. അത് മാത്രമല്ല, ഇനിയിപ്പൊ അവളെ കൊണ്ടുവന്ന് കാണിക്കുന്ന റിസ്കാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളെ കൊണ്ടുവന്ന് കാണിച്ചാൽ അവളുടെ മനസ്സിൽ നീ അച്ഛനാന്നൊരു ചിന്ത വരും. അത് മാത്രമല്ല, കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുമല്ലേ. അവള് സ്കൂളിലൊക്കെ ചേർത്ത് കഴിയുമ്പം തന്റെ അച്ഛനൊരു ജയിൽ പുള്ളിയാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് ടെൻഷനാവും. മാത്രമല്ല, കൂടെയുള്ള കുട്ടികളൊക്കെ എന്താണെങ്കിലും പറയാതിരിക്കില്ലല്ലോ. അതിനേക്കാളും ഭേദം നീ ഇനി അവളുടെ മുന്നിലേക്ക് ചെല്ലാതിരിക്കുന്ന നല്ലത്. മാത്രമല്ല, സരയു ഒരു ഭ്രാന്തിയെ പോലെ അഴിഞ്ഞു തിരിഞ്ഞ് നടക്കുക. എപ്പോഴെന്ത് എന്ത് വേണമല്ലോ, ഏത് നിമിഷം വേണമല്ലോ സംഭവിക്കാം. അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചിലപ്പോൾ നിന്നെ ഇല്ലാതാക്കാനും മടിക്കില്ല. അത്രയും കണ്ടീഷനിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോഴാണെങ്കിലോ കുഞ്ഞ് സേഫ് ആയിട്ടാ എൻ്റെ അച്ഛനും അമ്മയുടെ അരികിലുള്ള. നിന്നെ കൊണ്ട് കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് സരയു ചിലപ്പോൾ കുഞ്ഞിനെ എടുത്തോണ്ട് പോകും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ കാര്യത്തില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വരും. പിന്നെ കുഞ്ഞിന്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറേ. അതെ, നീ അതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ഇപ്പൊ തൽക്കാലത്തേക്ക് നിന്റെ കുഞ്ഞിനെ കാണാതിരിക്കുന്ന നല്ലത്. ചിലപ്പോൾ നിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ, ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കും, നിന്റെ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവണമെന്ന്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ. അങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിക്കില്ല സാറേ. കാരണം പഴയ മനോഹർ അല്ല ഇപ്പം. അവള് നല്ല ആയുസ് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് കാണാനായിട്ടാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവളെ എനിക്ക് അടുത്ത് കാണുന്നില്ല. ഞാൻ അകലെ നിന്നാണെങ്കിലും അവളെ ഞാൻ കണ്ടോളാം. എനിക്കൊരു നോക്ക് കാണണമെന്ന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അതെ, നീ വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ സരുവിന്റെ കാര്യത്തില് എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അവൾ ഏത് നിമിഷം വെള്ളം ഇങ്ങോട്ടേക്ക് വരാം. അതുകൊണ്ട് കണ്ടും കരുതിയൊക്കെ ഇരിക്കണം. ഇപ്പൊ നിനക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉപദേശമൊക്കെ കൊടുത്തിട്ട് കിരൺ അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയം സരയു ഒരു പാർക്കിൽ ഇരിക്കുകയാണ്. അപ്പൊ കുഞ്ഞപ്പുറത്ത് തന്നെ ഉണ്ട്. അങ്ങനെ സരയു എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ടേക്ക് നോക്കി നിന്നിട്ട് ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത്. മനോഹർ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്റെ കുഞ്ഞ് അവിടെ നിൽക്കുന്നു. മനോഹർ ഒട്ടും മടിച്ചില്ല. കുഞ്ഞിനെ എടുത്തോണ്ട് കടന്നു കളയാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കുമാണ് സരയു ആ കാഴ്ച കാണുന്നത്. എടാ, എന്റെ കുഞ്ഞിനെ തടാന്ന് പറഞ്ഞുകൊണ്ട് സരയു പിന്നാലെ തന്നെ ഓടുവാണ്. ഈ സമയത്ത് മനോഹർ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ഓടുമ്പോഴത്തേനും സരയു അവിടെ ബോധം കെട്ടി വീഴുവാണ്. ആ സമയത്ത് പെട്ടെന്ന് സരയു ഞെട്ടി കണ്ണുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. കാരണം സരയുവിന് തോന്നിയതാണ് പാർക്കിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. ആരോ ആരോ അല്ല, മനോഹർ തട്ടിക്കൊണ്ടുപോയെന്ന്. അപ്പോഴേക്കും ഇങ്ങനെ അലറി വിളിച്ചോണ്ട് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേനും ശാരി കുഞ്ഞിനെ ഉറക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല, എന്റെ മോളെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സരയു കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങി. ഇത് എന്തു പറ്റി നിനക്ക്? അതെ, അവൻ വന്നെന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോന്നു. ആര്? മനോഹർ. എന്റെ മോളെ, നീ അതൊക്കെ വെറുതെ തോന്നാ നിനക്കൊക്കെ. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല. അല്ല, ഞാൻ അങ്ങനെയൊക്കെ കണ്ടു. എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ടമ്മേ. അവൻ എന്റെ മോളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. എന്റെ മോളെ, അവൻ എന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ, അവൻ എങ്ങനെയാ വന്ന് കൊണ്ടുപോകുന്നേ? അവൻ വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ മോളെ. അതിന് അവന്റെ തല തല്ലി പൊളിച്ചിട്ടിരിക്കുമല്ലേ നിന്റെ അച്ഛൻ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അവൻ ചിലപ്പോ അവിടുന്ന് എഴുന്നേറ്റ് വരും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാ. എന്റെ മോളെ എനിക്ക് വേണം. എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. വാ, നമുക്ക് കടയിലേക്ക് പോവാം. എന്റെ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്റെ മോളെ അവൻ വന്ന് തട്ടിയെടുത്തോണ്ട് പോകും. ഞാൻ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. എനിക്ക് അവനെ കൊല്ലണം. അതിനു മുമ്പ് തന്നെ ഞാൻ അവനെ തീർത്ത് കളയും. അവനെ മിക്കവാറും ഇനിയിപ്പം അവിടുന്ന് നേരെ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അതിനു മുമ്പ് എനിക്ക് അവനെ തീർക്കണം. ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭ്രാന്തമായ അവസ്ഥയിൽ സരയു കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ശാരി നിൽക്കുക. ശാരിക്ക് മനസ്സിലായി കുഞ്ഞിനോടുള്ള സ്നേഹവും അതുപോലെയുള്ള മനോഹരനോടുള്ള ദേഷ്യവും കൂടിയിട്ട് ഇവൾക്ക് വീണ്ടും സമനിലിറ്റുന്ന പോലെ ശാരിക്ക് തോന്നുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ സരയു
ശാരിയും കൊണ്ടും മോളെയും കൊണ്ടും ഒരു കോഫി ഷോപ്പിലേക്ക് വരുവാണ്. അങ്ങനെ വന്നിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നീട് ശാരിയോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ജയിലിൽ പോകാനായിട്ട് പേടിയുണ്ടോന്ന് ചോദിക്കുക. എന്താ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല ജയിലിൽ പോകാൻ പേടിയുണ്ടോന്ന്. അത് പിന്നെ മോളെ ഞാന് നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ, പക്ഷെ എനിക്ക് പേടിയില്ലാന്ന് പറയണ. അല്ല നിങ്ങൾക്ക് ഒരാളെ കൊല്ലാൻ പറ്റുമെന്ന് ചോദിക്കാം. അവനെ ആ മനോഹരനെ കൊല്ലണം, അവനെ കൊന്നിട്ട് ജയിലിൽ പോകണമെന്ന് പറയണം. അത് കേട്ടപ്പോ ശാരി പറഞ്ഞു, മോളെ എനിക്കറിയാം, എനിക്ക് എൻ്റെ അച്ഛനോട് നേരത്തെ ദേഷ്യമായിരുന്നു. അങ്ങേര് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ്. ജയിലിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ മനോഹറിന്റെ തല തല്ലി പൊളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. എൻ്റെ അച്ഛനോട് എനിക്ക് താല്പര്യമായി. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, നിങ്ങളോട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് ആരാ ഉള്ളത്? ആകെ കെട്ടിയോണെന്ന് പറയുന്ന ഒരുത്തൻ, അയാൾ ജയിലിൽ കിടക്കുമല്ലേ. പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കുന്നേ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, എനിക്ക് വേണ്ടിയിട്ട് അവനെ കൊന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്ക്. മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നീ ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഞാൻ പിന്നെ എങ്ങനെ ചിന്തിക്കണമെന്നാ പറയണേ? സരയു വീണ്ടും വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് പോവാണ്. എനിക്ക് അവനെ കൊന്നേ മതിയാവുള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റില്ല പറ എന്നും പറഞ്ഞുകൊണ്ട് ആ ടേബിളിന്റെ ശക്തമായിട്ട് ഒറ്റ അടി അടിക്കണം. അപ്പോഴേക്കും ചുറ്റും നിന്നവരൊക്കെ നോക്കി, മോളെ നിങ്ങളൊന്നും കാണിക്കില്ല, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോളൂ, ഉത്തരം പറ. നിനക്ക് പറ്റില്ലല്ലേ? പറ്റില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, മോളെയും കൊണ്ട് ഇപ്പൊ തന്നെ പോയിക്കോളാൻ പറയണേ. എങ്ങോട്ട്? വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വന്നോളാന്ന് പറയണം. അപ്പോഴേക്കും അവൾ പറഞ്ഞു, ശാരി പറഞ്ഞു, അത് പിന്നെ മോളെ ഞാൻ നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞേ, കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞ് പോയാൽ മതി, കൂടുതൽ ചോദ്യം ഉത്തരവൊന്നും വേണ്ട. പറഞ്ഞു കേട്ടല്ലോ. പേടിച്ചിട്ട് ശാരി പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും സരുവിന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ സരു നല്ല കട്ടക്കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആദ്യം ഒന്ന് ആലോചിച്ചു. പിന്നീട് സരു അവിടെ നിന്ന് ഇറങ്ങി നടന്നു. പിന്നീട് സരു നേരെ ജയിലിലേക്കാണ് പോകുന്നത്. അങ്ങനെ ജയിലിലേക്ക് എന്ന് രാഹുലിനെ കാണുവാണ്. ഈ സമയത്ത് രാഹുലിനോട് സരു പറഞ്ഞു, അവൻ മിക്കവാറും അധികം വൈകാതെ തന്നെ തിരിച്ച് ജയിലിലേക്ക് എത്തും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവനെ തീർക്കണമെന്ന് പറയണ. അവനെ എങ്ങനെയും തീർത്താലേ എനിക്കൊരു മനസമാധാനം കിട്ടത്തുള്ളൂ. ഞാൻ എൻ്റെ വളർത്തമ്മയോട് പറഞ്ഞ അവർക്കാണ് ഒരു പ്രശ്നമില്ല, ആരും സംശയിക്കത്തുമില്ല, അവർക്ക് കയറി കാര്യങ്ങളൊക്കെ നടത്തായിരുന്നു. പക്ഷെ ഇനി എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഞാൻ ആ പരിസരത്തേക്ക് വന്നിട്ടുണ്ട്, പോലീസ് എന്നെ ഉറപ്പായിട്ടും പിടികൂടും. ഒരു തവണ എന്നെ പിടികൂടിയതാ, ജയിലിലേക്ക് വരേണ്ടതായിരുന്നു. പക്ഷെ ആ സമയത്ത് കിരൺ ഇടപെട്ട് എന്നെ പുറത്തിറക്കി. അല്ലായിരുന്നെങ്കിൽ ഞാൻ അകത്തു പോയി കിടന്നേരം. പക്ഷെ എനിക്ക് അവനെ തീർത്തേ മതിയാവുള്ളൂ. അവന് അകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറഞ്ഞു. അല്ല അച്ഛനെ കൊണ്ട് അത് പറ്റുമോന്ന് ചോദിക്കുക. അല്ല മോളെ ഞാനിവിടെ എന്ത് ചെയ്യാനാ? അല്ല അച്ഛന് പരിചയത്തിലുള്ള ആരെങ്കിലും കാണുമല്ലോ ഇതൊക്കെ ചെയ്യുന്നേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. അത് പിന്നെ ഒരുത്തനുണ്ട്, അവന് ഒളിവിലാണോ അതുപോലെ ലോക്കപ്പിലാണോ ഒന്നും എനിക്കറിയത്തില്ല. അല്ല ജയിലിലായിരുന്നെങ്കിൽ അച്ഛനിപ്പോൾ അറിഞ്ഞാനോല്ലോ. ഒളിവിലാണോന്ന് അറിയത്തില്ല. അങ്ങനെയാണൊരു കാര്യം ചെയ്യുക, അച്ഛൻ അയാളുടെ നമ്പർ ഓർമ്മയുണ്ട് പറഞ്ഞ നമ്പര്. പിന്നീട് രാഹുൽ ആ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു, എനിക്ക് അവനെ തീർക്കണം, ഇതും കൊണ്ടും പറ്റില്ല, ഞാൻ അവനെ തീർക്കാനായിട്ട് ഇറങ്ങും. എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. എൻ്റെ മോളെ അങ്കിളും ആൻറ്റിയും ഒക്കെ പൊന്നുപോലെ നോക്കിക്കോളും. പിന്നെ എൻ്റെ വളർത്തമ്മയുടെ കാര്യം അവരും ആൻറ്റിയുടെ ഒപ്പം നിന്നോളൂ. പിന്നെ എൻ്റെ പെറ്റമ്മ കിരണിൻ്റെയും കല്യാണിൻ്റെയും കൂടെ പോയി നിന്നോളും. ആ കാര്യത്തിലൊന്നും എനിക്ക് ടെൻഷനില്ല. എനിക്ക് അവനില്ലാതായാൽ മാത്രമേ എൻ്റെ ജീവിതം സുരക്ഷിതമാവുള്ളൂ. അവനില്ലാന്നുള്ള ചിന്ത വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും കഴിയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഇനിയിപ്പോൾ അച്ഛനെ കൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ ഇതിനകത്താണെങ്കിൽ സാധിക്കില്ല. പക്ഷെ എനിക്ക് അവനെ തീർക്കണം. അച്ഛൻ പറഞ്ഞിരിക്കുന്ന ആളെ കൊണ്ട് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവനെ തീർത്ത് ഇങ്ങോട്ടേക്ക് വരും. അതേ കാലമൊന്നും എനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരത്തില്ല. ഞാൻ പുറത്തിറങ്ങുക തന്നെ ചെയ്യും. പക്ഷെ അത് അവനെ തീർത്തിട്ട് വേണം. അന്തസ്സോടെ വന്ന് ഞാൻ ജയിലിൽ കിടക്കും എന്നൊക്കെ ഇങ്ങനെ സരു പറയുകയാണ്. ആ സമയത്ത് രാഹുൽ ഞെട്ടലോടുകൂടി സരുവിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.